സംസ്ഥാനത്ത് ഇങ്ങനെ കനത്ത ചൂട് തുടരുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്തെ സ്ഥിതിയും മറിച്ചല്ല. ചെങ്കോട്ടയിലെ പ്രധാന ആകർഷണമായിരുന്ന കുണ്ടാർ ഡാം വറ്റി വരണ്ടിട്ട് മാസങ്ങളാവുകയാണ്. പുനലൂരിൽ 40 ഡിഗ്രിക്കടുത്താണ് ചൂട്. അതിർത്തി പ്രദേശമായ ചെങ്കോട്ടയിലും സ്ഥിതി വ്യത്യസ്തമല്ല. തമിഴ്നാടിന്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തായിരുന്ന കുണ്ടാർ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഡാമിന്റെ പല ഭാഗങ്ങളും വരണ്ടു. പൂർണ്ണമായും വരണ്ടുണങ്ങി തറ വിണ്ടുകീറിയ അവസ്ഥയിലാണ്. സന്ദർശകരുമായി ബോട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തുകൂടി ഇന്ന് നടന്നു നീങ്ങാം. ഡാമിന് മധ്യത്തിലായാണ് ബോട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികളും നിരാശരായി മടങ്ങുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂർ എന്ന സ്ഥലത്ത് നിന്ന് വരെയാണ്, ഫാമിലിയായിട്ട് വന്നതാണ്. ഇവിടെ സാധാരണ ഡാം സൈറ്റിൽ വന്നാൽ ബോട്ടിങ്ങും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാടിനേക്കാളും പരിതാപകരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പോൾ റിസർവെയറിൽ ഒരു തുള്ളി വെള്ളമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്കാകെ നിരാശയായി. നാട്ടിലേക്കാളും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഈ രീതിയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കേരളത്തിലേക്ക് ഭാവിയിൽ ഇതൊന്നും എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുകയും കേരളത്തിലേക്ക് ആളുകൾക്ക് ഇത് പച്ചക്കറി മറ്റു കാര്യങ്ങളും കിട്ടുന്ന ഷോർട്ടേജും വില വർധനവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ആണ് എനിക്ക് ഒരു സംശയമുള്ളത്. 2 മാസം മുമ്പ് വരെ ജലസമൃദ്ധമായിരുന്ന കുണ്ടാർ ഡാമിൽ നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുകയും നിരവധി കച്ചവടക്കാർ ഉപജീവനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പ്രദേശത്ത് ഒരു കച്ചവട സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഡാമിന്റെ സ്ഥിതി അറിയാതെ സംഘമായി ഇവിടെ എത്തുന്നവർക്ക് ഏക ആശ്രയം കൂടിയാണ് ഈ കച്ചവട സ്ഥാപനം. ഡാമിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നിരവധി കുടുംബങ്ങളാണ് സഞ്ചാരികൾ എത്താതായതോടെ ദുരിതത്തിലായത്. 2 மாதம் ஆச்சு, இங்கே தண்ணி இல்லை. அதுக்கு முன்னாடி ஆடி ஆவணி புரட்டாசி மாதம் ஐப்பசி கார்த்திகை மாதம் தர தண்ணி இருக்கும். மற்ற நேரம் தண்ணி கம்மி. அது தண்ணி இருந்தாக்கி வியாபாரிகள் நிறைய வருவாங்க. மற்ற நேரம் இப்போ வியாபாரிகள் கிடையாது. நான் மட்டும்தான் இருக்கேன். ரொம்ப மோசமாக இருக்குது வியாபாரங்க. என்ன செய்ய? நிறைய வியாபாரம் இருக்குமா? ஆமாம், தண்ணி இருக்கையில் 10-20 பேர் இருப்பாங்க வியாபாரிகள். இப்போ வந்து வியாபாரிகளே இல்லை. வியாபாரம் இல்லாததுனால நான் நம்ம ஆரத்துக்களை കാത്തുകിട്ട് കാവൽക്കാൻ വേണ്ടി ഉட்கார்ന്നിരിക്കேன். കുണ്ടാർ ഡാം ഇത്രയും വരണ്ടുണങ്ങുന്നത് ആദ്യമായെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വരൾച്ച കഠിനമായതോടെ കാർഷിക വൃത്തിയും താറുമാറായിരിക്കുകയാണ്. മനോജ് പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. ഒപ്പം ഇതാ വേനൽ രൂക്ഷമായതോടെ വാമനപുരം നദിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയുമുണ്ട്. 15ഓളം ജലവിതരണ പദ്ധതികൾ ആണ് ഈ വാമനപുരം നദിയെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. വാമനപുരം നദിയിൽ പരവൂർ പുഴക്കടവ് മുതൽ പൂവൻപാറ പാലം വരെയാണ് ശുദ്ധജല വിതരണ പദ്ധതികളുടെ പമ്പ് ഹൌസുകൾ പ്രവർത്തിക്കുന്നത്. ചിറയൻകീഴ്, വർക്കല, തിരുവനന്തപുരം താലൂക്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് വാമനപുരം നദിയിൽ പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികൾ വഴിയാണ്. വാട്ടർ സപ്ലൈയുടെ ആറ്റിങ്ങൽ ഡിവിഷനിൽ നിന്നും 29 ഗ്രാമപഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ കഴക്കൂട്ടം ടെക്നോ പാർക്ക് മേഖലകളിലും ജലമെത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്കുള്ള സൗജന്യ വാട്ടർ കണക്ഷനുകൾ കൂടി നൽകിയതോടെ ജല ഉപഭോഗം മുൻപത്തേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചു. നിലവിൽ വർക്കല, അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ കുടിവെള്ളം എത്താത്ത അവസ്ഥയാണ്. പ്രതിസന്ധി രൂക്ഷമായാൽ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലയ്ക്കും. ജലഅതോറിറ്റിയുടെ ആറ്റിങ്ങൽ ഡിവിഷൻ പരിധിയിൽ 29 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ വാമനപുരം നദിയാണ് ആശ്രയിക്കുന്നത്. വാമനപുരം നദി ഇന്നത്തെ നിലയിൽ മൊത്തം വറ്റുകയും നമ്മുടെ പമ്പ് ഹൗസിലേക്ക് പമ്പിങ് വെല്ലിലേക്ക് വെള്ളം പ്രവേശിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ചെറു പമ്പുകളും മറ്റും ഇട്ട് കയത്തിലുള്ള വെള്ളമാണ് ഇപ്പോൾ പമ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലവിതരണത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വളരെ പണിപ്പെട്ടിട്ടാണ് ഇപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പാഴാക്കാതെയും ദുർവിനിയോഗം കുറച്ചുകൊണ്ടും പൊതുജനങ്ങൾ നമ്മോടൊപ്പം സഹകരിക്കേണ്ടതാണെന്ന് അറിയിച്ചുള്ളത്. രൂക്ഷമായ വരൾച്ചയെ തുടർന്ന് വാമനപുരം നദിയിലെ നീരൊഴുക്ക് ക്രമാതീതമായി കുറയുകയും ഇതേ തുടർന്ന് നമ്മുടെ പമ്പിംഗ് നിലച്ച അവസ്ഥയാണ്. വർക്കല താലൂക്കിനെയും ചിറയൻകീഴ് താലൂക്കിനെയും സാരമായി കുടിവെള്ള വിതരണത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ സബ് ഡിവിഷന് കീഴിൽ വരുന്ന 5 പഞ്ചായത്തുകളെ ജലവിതരണം പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്. പഴയ കാലങ്ങളിൽ മണലൂറ്റിയ കയങ്ങളിൽ കിടക്കുന്ന ജലം പമ്പ് ചെയ്താണ് പമ്പ് ഹൗസിൽ എത്തിച്ചാണ് ജലവിതരണം നടത്തി വരുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ ജലം ദുരുപയോഗം ചെയ്യുന്ന പരമാവധി കുറയ്ക്കണം. വാമനപുരം നദിയുടെ പല ഭാഗങ്ങളും വറ്റിവരണ്ടു കഴിഞ്ഞു. നദിയിൽ പലയിടങ്ങളിലായി രൂപപ്പെട്ടിട്ടുള്ള ഗർത്തങ്ങളിൽ മാത്രമാണ്
കുറച്ചെങ്കിലും വെള്ളമുള്ളത്. ഇവിടെ നിന്നും പമ്പ് ഹൌസുകളുടെ സമീപത്തുള്ള വലിയ കിണറുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത ശേഷമാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. സ്ഥിതി ഗുരുതരമാണെന്നും ജല ഉപഭോഗം പരമാവധി നിയന്ത്രിക്കണമെന്നും ജല അതോറിറ്റി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വേനൽ ചൂട് അസഹനീയമായതോടെ യാത്രക്കാരെയും നഗരങ്ങളിലേക്ക് എത്തുന്നവരെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.